നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ മാസം 7-ാം തീയതി ഞായറാഴ്ച. ജൂൺ 7 മുതൽ വരാനിരിക്കുന്ന 39 വർഷത്തേക്ക് ഗജകേസരി യോഗം മൂലം 3 രാശിയിലെ 9 നക്ഷത്ര ജാതകർക്ക് നേട്ടവും ഭാഗ്യവും ലഭിക്കാൻ പോകുന്നു. ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടാൻ പോകുന്നു. ഇവർ ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും. അപ്രതീക്ഷിതമായ ലാഭവും വിജയവും ഇവർക്ക് വന്നു ചേരും. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒക്കെയും വിജയം കണ്ടെത്തും. തടസ്സങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും. അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, എല്ലാ രീതിയിലും സർവൈശ്വര്യം വന്നു ചേരുന്ന, വരുന്ന 39 വർഷത്തേക്ക് ഗജകേസരി യോഗം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിലേക്ക് കടക്കും മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നമ്മുടെ സകല ദുരിത ദുഃഖങ്ങളും മാറുവാൻ ചില ഗോചരഫലങ്ങൾ അനുകൂലമാകണം. ഇവിടെ ഈ 3 രാശിക്കാർക്ക് ഏറ്റവും നല്ല ഗ്രഹസ്ഥിതിയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ജോലി, അതല്ലെങ്കിൽ പോലീസ് സേന, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ, കായിക മേഖലയിലുള്ളവർക്ക് ഒരു അനുകൂലമായ സമയമാണ്. അതായത് ഈ 3 രാശിയിൽപ്പെട്ട 9 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം. ഇവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം. ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും പെട്ടെന്നുള്ള ലാഭത്തിനുള്ള യോഗം തെളിയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ അവർ പുനരാരംഭിക്കുകയും അതൊക്കെ തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുകയും ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകരെത്തുന്നത്. ഇവരുടെ സകലമാന സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. ഈ ഒരു ഗജകേസരി യോഗം 2026 ജൂൺ 7 ഞായറാഴ്ച മുതൽ വരാനിരിക്കുന്ന 39 വർഷത്തേക്കാണ് ഈ ഒരു ഗജകേസരി യോഗം നീണ്ടു നിൽക്കുന്നത്. അത് ഇവരിൽ പലവിധ മാറ്റങ്ങൾ കൊണ്ടുവരും. അതിലേറ്റവും പ്രധാനം ഇവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ വരുന്ന മാറ്റമാണ്. എത്ര സമ്പത്തില്ലാത്തവനാണെങ്കിലും വലിയൊരു സമ്പത്ത് ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഭാഗ്യസമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. അപ്രതീക്ഷിത ലാഭവും വിജയവും. പൊതുവെ ഈ കാലയളവിൽ അപ്രതീക്ഷിതമായി വലിയ സാമ്പത്തിക ലാഭവും വിജയവും ലഭിക്കും. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്ന കാലം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയായിരിക്കും. അവരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ കർക്കിടകക്കൂറുകാർ തന്നെയാണ്. പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായിരിക്കും. ഇവരുടെ കടങ്ങളൊക്കെ മാറും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും വിദേശത്തേക്ക് പോകാൻ സാധിക്കും. വിദേശത്ത് പോകുക മാത്രമല്ല, അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാനും ഇവർക്ക് കഴിയും. അത്രയധികം ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയും. ഒരുപാട് കടബാധ്യതകളുള്ള ഇവർക്ക് ആ കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും. ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ വിജയം കണ്ടെത്തും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ ഇവർക്ക് നടന്നു കിട്ടും. അതിൽ വീട് പണിയാൻ, വിദേശത്ത് പോകാൻ, കാറ് വാങ്ങാൻ, ബിസിനസ് തുടങ്ങാൻ, അങ്ങനെ പല വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടും. പുണർത്തത്തിൻ്റെയും പൂയത്തിൻ്റെയും ആയില്യത്തിൻ്റെയും നല്ല നാളുകളാണ്. സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം. ജീവിതത്തിലെ ക്ലേശ സമയമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും വന്നു ചേരുന്ന സമയം. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. അടുത്ത നക്ഷത്ര ജാതകർ തുലാക്കൂറുകാരാണ്. ചിത്തിരയും ചോതിയും വിശാഖവും അടങ്ങിയ തുലാക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി
ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരും. ഇവർ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായ കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഇവരുടെ സ്വഭാവത്തിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഈ 3 രാശിക്കാരും ഗജകേസരി യോഗം ലഭിക്കുന്ന രാശിക്കാർ ഈ കാലയളവിൽ തങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട ചില കാര്യങ്ങൾ, അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ദേഷ്യവും അഹങ്കാരവും നിയന്ത്രിക്കുക. ഈ കാലയളവിൽ അഹങ്കാരവും കോപവും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷം ചെയ്യുമെന്നും ഉറപ്പാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ചിത്തിരയുടെയും ചോതിയുടെയും വിശാഖത്തിൻ്റെയും ഏറ്റവും നല്ല ദിനങ്ങൾ തന്നെയാണിനി. ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് നടന്നു കിട്ടും. അതുപോലെ പുതുതായി വിവാഹിതരായവർക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ പോലും കാര്യങ്ങൾ അനുസരണയോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്താൽ ജീവിതം സുഖകരമാകുമെന്ന് ഉറപ്പിച്ചു പറയാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെ, അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അഹങ്കാരം കുറയ്ക്കുക. അതുപോലെ തന്നെ അനുസരണ അതാവശ്യവുമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഈ 3 രാശിക്കാരും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, ചില വഴിപാടുകളുണ്ട്. അത് ഞാൻ പറയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അടുത്ത 3 നക്ഷത്ര ജാതകരെ അറിയാം. അത് മറ്റാരുമല്ല, അവിട്ടവും ചതയവും പൊരുരുട്ടാതിയുമാണ്. കുംഭക്കൂറുകാർ. അവർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഗജകേസരി യോഗം മൂലം തൊഴിൽ രംഗത്ത് വരാനിരിക്കുന്ന മാറ്റം വളരെ അതിശയിപ്പിക്കുന്നതാണ്. അതായത് ഇവർ എത്ര വലിയ കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തന്നെയും ആ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ പോകുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. അതിലേറ്റവും പ്രാധാന്യമേറിയത് അപ്രതീക്ഷിതമായ ധനനേട്ടം തന്നെയാണ്. ധനനേട്ടം ഇവർക്ക് വന്നു ചേരും. ഗജകേസരി യോഗത്തിലൂടെ ലഭിക്കുന്ന അവസരങ്ങളും നേട്ടങ്ങളും ഫലപ്രദമായി ഇവർ ഉപയോഗപ്പെടുത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വരുന്ന 39 വർഷക്കാലം ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. ക്ഷേത്ര ദർശനം നടത്തണം. അമ്മൻ കോവിലിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഇനി ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ വലിയ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. പോകേണ്ട ക്ഷേത്രങ്ങൾ, ദേവീക്ഷേത്രത്തിൽ പോകണം, ഗണപതി ക്ഷേത്രത്തിൽ പോകണം, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഈ കാര്യം മറക്കരുത്. അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.